സിനിമാ വിവാദങ്ങൾ അന്വേഷിക്കാൻ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ യോഗം അല്പസമയത്തിനകം ചേരും. മേഖലകൾ തിരിച്ചാണ് അന്വേഷണ ചുമതല. പോലീസ് ആസ്ഥാനത്താണ് യോഗം ചേർന്നത്. സംവിധായകൻ രഞ്ജിത്തിനെതിരായ ബംഗാളി നടിയുടെ ആരോപണം ഇന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയേക്കും. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ്. അനന്തൻ, പലയിടങ്ങളിൽ ഇപ്പോൾ തന്നെ ആരോപണം ഉന്നയിച്ച ആളുകളുമായി അന്വേഷണ സംഘം ബന്ധപ്പെട്ടിട്ടുണ്ട്. 7 അംഗ സംഘം ഏതു തരത്തിലാണ് ഈ അന്വേഷണത്തെ സമീപിക്കുന്നത്? എപ്പോഴാണ് യോഗം? മധു, തിരുവനന്തപുരത്ത് എനിക്ക് പിന്നിൽ കാണുന്ന ഈ പോലീസ് ആസ്ഥാനത്താണ് ഏറ്റവും നിർണായകമായ കേരളം ഏറ്റവും ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു മീറ്റിംഗ് നടക്കാൻ പോകുന്നത്. അല്പസമയത്തിനകം തന്നെ സിനിമാ മേഖലയിലെ വെളിപ്പെടുത്തലുകളുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് സർക്കാർ നിയോഗിച്ച പ്രത്യേക IPS ഉദ്യോഗസ്ഥരുടെ സംഘത്തിൻ്റെ യോഗം നടക്കും. പോലീസ് ആസ്ഥാനത്താണ് യോഗം ചേരുന്നത്. ഈ അന്വേഷണ സംഘത്തെ തീരുമാനിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ യോഗമാണ്. പോലീസ് മേധാവി ആണ് ഈ യോഗം വിളിച്ചിരിക്കുന്നത്. 11 മണിക്ക് യോഗം ചേരും. ഈ കെട്ടിടത്തിൻ്റെ തൊട്ട് ഇപ്പുറമാണ് പോലീസ് മേധാവിയുടെ ഓഫീസ്. അവിടെയാണ് യോഗം ചേരുന്നത്. ആദ്യം കാണിച്ച കെട്ടിടത്തിലാണ് ക്രൈംബ്രാഞ്ച് മേധാവിയുടെ ഓഫീസ്, ക്രൈംബ്രാഞ്ചിൻ്റെ ആസ്ഥാനം. പക്ഷേ ക്രൈംബ്രാഞ്ച് മേധാവി അടക്കം ഈ അന്വേഷണ സംഘത്തിലെ മുഴുവൻ ഉദ്യോഗസ്ഥരും ഇപ്പോൾ DGPയുടെ ഓഫീസിലേക്ക് വന്നിട്ടുണ്ട്. തൊട്ടുമേളിൽ കാണുന്ന ജനറലാണ് DGPയുടെ ഓഫീസ്. അവിടേക്ക് 2 ഉദ്യോഗസ്ഥർ ആദ്യം എത്തിയിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് മേധാവി H വെങ്കടേഷും ഇന്റലിജൻസ് മേധാവി മനോജ് എബ്രഹാമും. അവരുമായി കൂടിയാലോചന DGP നടത്തുന്നുണ്ട്. അതിനൊപ്പം തന്നെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ADGP ശ്രീജിത്തും ഉദ്യോഗസ്ഥർക്കൊപ്പം ഉണ്ട്. ഈ നേരത്തെ നമ്മൾ ബ്രേക്കിംഗ് ന്യൂസിൽ കാണിക്കുന്നത് 2 ഉദ്യോഗസ്ഥർ ഓൺലൈനായി പങ്കെടുക്കുമെന്നാണ്. അങ്ങനെയല്ല, ഇപ്പോൾ മുഴുവൻ ഉദ്യോഗസ്ഥരും നേരിട്ട് തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമായും ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന വെളിപ്പെടുത്തലുകളുമായി ബന്ധപ്പെട്ട അന്വേഷണം ഏത് രീതിയിൽ ക്രമീകരിക്കണമെന്നാണ്. നിലവിൽ ഈ അന്വേഷണ സംഘത്തിലെ 4 വനിതാ IPS ഉദ്യോഗസ്ഥർ ഈ കേസുകൾ നേരിട്ട് അന്വേഷിക്കണമെന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് സർക്കാർ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ കേസുകൾ എങ്ങനെ ഡിവൈഡ് ചെയ്യണം എന്നുള്ള കാര്യമാണ് പ്രധാനമായും ആലോചിക്കുന്നത്. അതിനൊപ്പം തന്നെ കുറച്ച് ആശയക്കുഴപ്പങ്ങൾ ഈ പരാതികൾ ഈ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുണ്ട്. FIR എങ്ങനെ രജിസ്റ്റർ ചെയ്യണം, അതിൻ്റെ തുടരന്വേഷണം എങ്ങനെ വേണം എന്നൊക്കെയുള്ള ഒരു ആശയക്കുഴപ്പമുണ്ട്. അതിനൊക്കെ ഈ മീറ്റിംഗിൽ ഒരു തീരുമാനമുണ്ടാകും. നിലവിൽ നമുക്ക് അറിയാൻ കഴിയുന്നത് മേഖലകൾ തിരിച്ചുകൊണ്ട് അന്വേഷണത്തിന് നേതൃത്വം നൽകാനാണ് G പൂങ്കുഴലിയും ഒപ്പം തന്നെ ഐശ്വര്യ ഡോങ്ക്രയും ആയിരിക്കും തെക്കൻ മധ്യ കേരളം, അതായത് എറണാകുളം മുതൽ ഉത്തര കേരളം വരെയുള്ള ഭാഗങ്ങളിലുള്ള പരാതികൾ സംബന്ധിച്ച് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുക. അജിത ബീഗവും മെറിൻ ജോസഫും. ബംഗാളി നടിയുടെ പരാതി കൂടി ഇന്ന് കൈമാറുകയാണല്ലോ. ഇവരുടെ മൊഴിയെടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കുമെന്നറിയുന്നു. അത് സംബന്ധിച്ച വിവരങ്ങൾ കൂടി. മധു, രഞ്ജിത്തിനെതിരായി ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് എറണാകുളത്താണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആ FIR ഇപ്പോൾ അന്വേഷണ സംഘത്തിലേക്ക് കൈമാറും. അതിനൊപ്പം തന്നെ ഈ FIR രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചില ധാരണകൾ കൂടി ഈ അന്വേഷണ സംഘത്തിലുണ്ട്. അതായത് മറ്റേതെങ്കിലും ജില്ലാ മേധാവിമാർക്കോ കമ്മീഷണർമാർക്കോ ആണ് പരാതി ലഭിക്കുന്നതെങ്കിൽ അവരുടെ കീഴിലുള്ള ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനുകളിൽ FIR രജിസ്റ്റർ ചെയ്യും. അതിനുശേഷം ആ FIR ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലേക്ക് കൈമാറും. അതല്ല, നേരിട്ട് SITക്കാണ് ഈ പരാതി ലഭിക്കുന്നതെങ്കിൽ അവരുടെ മൊഴിയെടുത്ത് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കും. അങ്ങനെയാണ് FIR രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം. ഇപ്പോൾ രഞ്ജിത്തിന്റെ എതിരായ പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ FIR സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഇന്ന് തന്നെ കൈമാറും. ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതിയ വിവരം, പോലീസ് ആസ്ഥാനത്ത് പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ യോഗം ചേർന്നു എന്നുള്ളതാണ്. ആ യോഗത്തിൽ ഈ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ട മുഴുവൻ ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. ഏതായാലും കേരളത്തെ സംബന്ധിച്ച്, സിനിമാ മേഖലയെ സംബന്ധിച്ച് നിർണായകമായ യോഗമാണ്. ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന വെളിപ്പെടുത്തലുകൾ, മാധ്യമങ്ങളിലൂടെ വിവിധ ചലച്ചിത്ര പ്രവർത്തകർ നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തലുകൾ, ലൈംഗികാരോപണങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് തുടർ നിയമ നടപടികൾ എങ്ങനെ വേണം, ആരൊക്കെ അന്വേഷിക്കണം, ഏതൊക്കെ രീതിയിൽ അന്വേഷിക്കണം, അതിൻ്റെ അന്വേഷണ രീതി എങ്ങനെയൊക്കെയാണ്, ആരുടെയൊക്കെ മൊഴിയാണ് ഉടനടി എടുക്കേണ്ടത്, അറസ്റ്റ് അടക്കമുള്ള നിയമ നടപടികൾ എങ്ങനെ വേണം എന്നത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള നിർണായകമായ യോഗം ഇപ്പോൾ പോലീസ് ആസ്ഥാനത്ത് തുടങ്ങിയിരിക്കുന്നു. പോലീസ് ആസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു അന്വേഷണ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലുള്ള അംഗങ്ങൾ.